ഹായ് ഹലോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ഓട്ടോ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനെ നമ്മുടെ ചേട്ടൻ അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് വന്ന് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഷോറൂമിലേക്ക് വെച്ച് വിടുകയാണ്. ഷോറൂമിൽ ചെന്ന് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുപിടിയെന്നും പറഞ്ഞിട്ട് നടന്നായിരുന്നു. പിന്നെ നമ്മളിതേ വണ്ടിയിൽ ഹാരമൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ വെച്ചിട്ട് ചാവി വാങ്ങിക്കാൻ സമയമായി. രാവിലെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചാവിയൊക്കെ കൈമാറി അങ്ങനെ പിന്നെ ഈശ്വരനെയൊക്കെ ധ്യാനിച്ച് ജീവിതത്തിൽ പുതിയൊരു തുടക്കമല്ലേ, ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ തുടങ്ങിയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചേട്ടനല്ല ആദ്യം വണ്ടി എടുത്ത്, ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ്. അങ്ങനെ പുള്ളിക്കാരൻ ആദ്യമായിട്ട് വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് മൂവൊക്കെ ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്തു. അതും ഒരു സന്തോഷം, ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നീട് ചേട്ടൻ തന്നെ വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ഒന്ന് മുമ്പോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും ഷോറൂമിലേക്ക് തന്നെ വണ്ടി ഇടണമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ കസർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ച് പിന്നെ വേറൊരു സ്ഥലത്ത് പോകണമായിരുന്നു. അങ്ങനെ പോയി പിന്നെ വീണ്ടും വന്നിട്ട് വണ്ടി എടുത്തിട്ട് വണ്ടി പണിയാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടിടാനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോയി. ഇങ്ങനെ നേരത്തെ പറയണം ഭയങ്കര സന്തോഷത്തോടെന്നും പറഞ്ഞേക്കാം. ഇനി നിങ്ങൾ കാണുന്നത് ഇതുമായി ഒരു ബന്ധമില്ലാത്തതാണ്. ഈ തീ പിടിച്ച് കിടക്കുന്നത് കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിലുള്ള കടലുകാണിപ്പാറയാണ് കേട്ടോ. ഇത് തീ പിടിച്ചതാണോ തീ പിടിപ്പിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ എല്ലാ വർഷവും ഞങ്ങളുടെ അവിടെ പൊതുവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തീ പിടിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആരായാലും ചിന്തിക്കാത്ത കാര്യം. അതിന് താഴെ കുറേ പേര് ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട് വരെ അവിടെയാണ്. പിന്നെ അത് ആ കൂടാരമൊക്കെ നിന്ന് കത്തുമായിരുന്നു. കൂടാരം കത്തുന്നുണ്ടപ്പോൾ കുട്ടികളെ മറ്റൊക്കെ കണ്ട് പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഫയർഫോഴ്സൊക്കെ വന്ന് വെള്ളമൊക്കെ അടിച്ചാണ് തീയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് വിട്ടത് തീയിനെ. പിന്നെ ഫയർഫോഴ്സൊക്കെ പോയി. പിന്നെ ഞങ്ങളുടെ സൺസെറ്റൊക്കെ അവിടെ ആകാറായി. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഓക്കെ, ബൈ.